എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലായിട്ടാണ്. നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് കന്യാകുമാരിയിലോട്ട്. എല്ലാ ദിവസവും ഇവിടുന്ന് രാവിലെ 6:50 പാസഞ്ചറിൽ നമ്മൾ നാഗർകോവിൽ പോയിട്ട് അവിടുന്നാണ് കന്യാകുമാരിയിലോട്ട് പോകുന്നത്. പോകുന്ന വഴിയിലും കന്യാകുമാരിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം സെൻട്രൽ. നമ്മുടെ കോഴിക്കോടും പണിയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനായിട്ട് മാറും. ഇത് പഴയൊരു സ്ട്രക്ചറാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് KSRTC ബസ് സ്റ്റാൻഡ് കാണാം. ഇനിയിപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് വേണം തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാനിതാ ഈ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത്. ഇപ്പോൾ സമയം 6:15 ഉള്ളൂ. ഇവിടെ 7 മണിക്കേ തുറക്കുള്ളൂ. 6:45 നമ്മുടെ ട്രെയിനാണ്. അങ്ങനെ അതിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഇതാ നമ്മുടെ നൂൽപ്പെട്ടും കുറുമക്കറി ഓർഡർ ചെയ്ത് അവിടെ തിരുവനന്തപുരത്തിൻ്റെ ട്രേഡ് മാർക്കായിട്ടുള്ള ആ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഒന്ന് കഴിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടെ 7 മണിക്കേ തുറക്കുള്ളൂ. നമ്മളെ ട്രെയിനാണെങ്കിൽ 6:45. അപ്പോൾ അത് നടക്കൂലല്ലോ. അങ്ങനെ വേറൊരു സ്ഥലത്തുനിന്ന് കയറി കഴിച്ചതാണ്. അപ്പോൾ നമുക്കിനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. അങ്ങനെ ഇതാ നാഗർകോവിലോട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് നാഗർകോവിലോട്ട് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന പാസഞ്ചർ ട്രെയിനിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. നമുക്കിനി പ്ലാറ്റ്ഫോമിൻ്റെ അകത്തോട്ട് പോവാം. ഞാനിത് അങ്ങനെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നതാണ്. ഇവിടെ കിടക്കുന്ന കണ്ടു. ഇത് നമ്മുടെ മാവേലി എക്സ്പ്രസ് ആണ്. ഇവിടെ വന്നിട്ട് ഇവിടെ നിർത്തിയിട്ടതാ. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഈ ഒരു നമ്പർ കണ്ടോ? ഇതിൽ ആദ്യത്തെ 2 നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു ബോഗി ഏത് വർഷമാണ് ഉണ്ടാക്കിയതെന്നാണ്. അതായത് ഇതിപ്പോൾ 2009 നിർമ്മിച്ചൊരു കോച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ നമ്പർ വെച്ചിട്ട് ഓരോ കോച്ചുകളും ഏത് വർഷമാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൽ കണ്ടോ ആ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 15-ലാണ്. അപ്പോൾ ഇത് 2015 നിർമ്മിച്ചൊരു കോച്ചാണ്. അങ്ങനെയാണ് ഒരു കോച്ച് ഏത് വർഷമാണ് നിർമ്മിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാസഞ്ചർ വന്നിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് കയറാം. ഇത് കണ്ടോ, ഈ ഒരു ട്രെയിനിന് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അതായത് നാഗർകോവിൽ തിരുവനന്തപുരം മാത്രമല്ല നിലമ്പൂർ ഷൊർണൂരൊക്കെ പോകുന്നുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ ഇതാ ട്രെയിന് തിരുവനന്തപുരത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ആ വരുന്നത് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ആണ് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈ വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ആണ് ആ വരുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് എടുത്തു. ഇനിയിപ്പം പാസഞ്ചർ ആയതുകൊണ്ട് അവിടെ എത്തുന്നവരെ കുറേ സ്റ്റോപ്പുകളുണ്ട്. ഇവിടുന്ന് 1 മണിക്കൂർ നമുക്ക് നാഗർകോവിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് മാറി കയറണം. ഇവിടുന്ന് ഇപ്പം നേരിട്ട് ട്രെയിനിന് 9 മണി ആ സമയത്തേ ഉള്ളൂ. അപ്പം അത്രയും സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. അതുകൊണ്ടാണ് ഇതിലും കയറിയത്. ഇനി ഈ ഒരു വണ്ടിക്ക് ഞാൻ കാണിച്ചെന്നില്ലേ നിങ്ങൾക്ക്, ഇതിന് റേക്ക് ഷെയറിംഗ് കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരു സ്ലീപ്പർ കോച്ചിലാണ്. പക്ഷേ ഇത് പാസഞ്ചറായിട്ടാണ് ഇപ്പോൾ ഓടുന്നത്. അത് വേറെ ട്രെയിനായിട്ട് ഈ വണ്ടി ഓടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റേക്ക് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിൻ്റെ ബോഗികൾ മറ്റൊരു ട്രെയിനായിട്ടും കൂടി ഓടുന്നതിനെയാണ് റേക്ക് ഷെയറിംഗ് എന്ന് പറയാം. വ്യത്യസ്ത നമ്പറുകളായിരിക്കും. ഈ ട്രെയിനിൻ്റെ നമ്പർ ആയിരിക്കില്ല ആ ട്രെയിന്. അങ്ങനെ ഓടുന്ന ട്രെയിനുകൾ, ഒരുപാട് ട്രെയിനുകൾ അങ്ങനെ റേക്ക് ഷെയർ ചെയ്ത് ഓടുന്നു. അങ്ങനെ ഇത് ആദ്യത്തെ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്തിനും നാഗർകോവിലിനും ഇടയിലുള്ള ഫസ്റ്റ് സ്റ്റേഷൻ. ഇത് പാസഞ്ചർ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും നിർത്തി പോകുള്ളൂ. തിരുവനന്തപുരം സൗത്താണ്. അങ്ങനെ ഇത് അടുത്ത സ്റ്റേഷനായിട്ടുള്ള നെയ്യാറ്റിൻകരയിലോട്ട് ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ പാറശാല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കേരളത്തിലെ സൗത്ത് സൈഡിലോട്ടുള്ള അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇനി അങ്ങോട്ട് തമിഴ്നാടാണ്. നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷനാണ് പാറശാല. ഇവിടെ പാറശാല റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ കാത്ത് ഒരു അതിഥി കൂടെ ഉണ്ട്. അങ്ങനെ ഇവിടെ തമിഴ്നാട്ടിലെ ആദ്യത്തെ സ്റ്റേഷനിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്, കുളിത്തുറൈ വെസ്റ്റ്.
അങ്ങനെ ഞാനിതാ നാഗർകോവിൽ ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ട്രെയിന് കിടക്കുന്നുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് പൂന ജംഗ്ഷനിലോട്ട് പോകുന്ന എക്സ്പ്രസ് ആണ്. ഈ ഒരു ട്രെയിനിന്റെ കോച്ച് കണ്ടോ? ഇത്തരത്തിലുള്ള കോച്ചിനെയാണ് LHP കോച്ചുകൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ വന്ന ഈ ഒരു ട്രെയിനിന്റെ കോച്ച് കണ്ടോ? ഇതാണ് ICF കോച്ചുകൾ. ഇത് കുറച്ചുകൂടി പഴക്കമുള്ള കോച്ചുകളാണ്. അതിനുശേഷം റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ തരം കോച്ചുകളാണ് ഈ കാണുന്ന ടൈപ്പിലുള്ള LHB കോച്ചുകൾ. ഇതിന് കുറച്ചുകൂടിയും സുരക്ഷയും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അതായത് ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായാൽ പണ്ട് കാലത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോട്ടോകളിലൊക്കെ, ഈ ട്രെയിനിൻ്റെ ബോഗികൾ മേലെ ഇങ്ങനെ കയറി പോകും. അത്തരത്തിൽ ഈ ബോഗികളിൽ ഉണ്ടാവില്ല. ഇത് സൈഡിലോട്ട് തെന്നി മാറുകയൊക്കെ, അപ്പം കുറച്ചുകൂടെ സുരക്ഷ കൂടുതലായിട്ട് കിട്ടും. പക്ഷേ ഈ തരത്തിലുള്ള കോച്ചുകൾക്ക് അത് കുറവായിരിക്കും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നമുക്കിനി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോകണം. ഇതാണ് നാഗർകോവിൽ സ്റ്റേഷൻ്റെ പുറമേ നിന്നുള്ളൊരു ഭാഗമാണിത്. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം 9:15. ഇവിടുന്ന് ഇനിയിപ്പോൾ ട്രെയിനൊന്നും ഇല്ല. ഇനി ട്രെയിന് നമുക്ക് 10:30 ഉള്ളൂ. അപ്പോൾ അത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്നാൽ കന്യാകുമാരിയിലോട്ട് ബസ് കിട്ടുന്നതാണ് ഉള്ളിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ബസ്സൊക്കെ കിട്ടി. ഒരാൾക്ക് 22 രൂപയാണ് നാഗർകോവിൽ നിന്ന് കന്യാകുമാരി വരെ വരുന്നത്. പിന്നെ ബസ്സിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മുന്നേ വന്ന ബസ് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കയറിയില്ല. പുറത്താണെങ്കിൽ ചെറിയ രീതിയിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. കന്യാകുമാരിയൊക്കെ എത്തുമ്പം നല്ല മഴയൊക്കെ ആണെങ്കിൽ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. കാരണം നമുക്കവിടെ വിവേകാനന്ദ പാറയിലോട്ടൊക്കെ പോകേണ്ടതാണ്. അപ്പം ബോട്ട് സർവീസ് ഒന്നും ഉണ്ടാവോ ഇല്ലയോ, എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. നല്ല മഴയാണെങ്കിൽ ഇടയ്ക്ക് ഉണ്ടാവില്ല എന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് നല്ല പ്രതീക്ഷ വെച്ച് തന്നെ പോവാം. ശുഭപ്രതീക്ഷ വേണമെന്നാണല്ലോ. അപ്പം പോയി നോക്കാം. ഇപ്പം മഴ പെയ്യുന്നില്ല, ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മഴ ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. ചെറിയ ചാറ്റൽ മഴയും നല്ല ഭംഗിയുള്ള റൂട്ടും ബസ്സിൻ്റെ സൈഡ് സീറ്റും ഒക്കെ കൂടെ ഒരു അടിപൊളിയാണ്. നല്ലൊരു ഫീലിൽ നമുക്കിങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല രസമാണ്. ഞാനിതവിടെ കന്യാകുമാരി എത്തി. പക്ഷെ നല്ല മഴയാണ് ഇവിടെ. നമ്മൾ വിചാരിച്ചതിനേക്കാളും മഴയും കാറ്റൊക്കെയാണ്. അപ്പോൾ എവിടെയൊക്കെ പോകാൻ പറ്റൂല എന്നൊന്നും അറിയില്ല. നോക്കാം. അത് അവിടുന്ന് നേരെയായിട്ടാണ് ഗാന്ധി മണ്ഡപമൊക്കെ വരുന്നത്. പിന്നെ അത് അവിടെയായിട്ടാണ് തിരുവള്ളവരുടെ സ്റ്റാച്യുവും പിന്നെ വിവേകാനന്ദ പാറ അതൊക്കെ കണ്ടോ, അതൊക്കെ ആ ഭാഗത്താണ്. നമുക്ക് ഈ വഴി നടന്നു വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റും നല്ല മഴയുമാണ്. ഇവിടെയാണ് ത്രിവേണി സംഗമം വരുന്നത്. അതായത് 3 കടലുകള്, അറബിക്കടല്, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടല്, ഇത് 3ഉം കൂടി ചേരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല കാറ്റാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പം ഞാൻ കൊടയൊക്കെ എടുത്തിരുന്നു. കൊടയൊക്കെ പറന്നു പോവുക. അപ്പോൾ രക്ഷയില്ല. അമ്മാതിരിയുള്ള കാറ്റാണ് ഇവിടെ. ഇറങ്ങി നോക്കാം. അത്ര ഭയങ്കരമായിട്ടുള്ള കാറ്റുണ്ട്. എനിക്ക് പിന്നിലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇവിടെയാണ് അത് ത്രിവേണി സംഗമമായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല കാറ്റാണ്. ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കാണ്. അവിടെയായിട്ട് നമ്മുടെ വിവേകാനന്ദ പാറയും തിരുവള്ളവരുടെ പ്രതിമയൊക്കെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് അങ്ങോട്ട് പോകണം. ബോട്ട് സർവീസ് ഉണ്ടോന്നൊന്നും അറിയില്ല. നമുക്ക് ഭയങ്കര കാറ്റ്. അവിടെയാണ് നമ്മുടെ ബോട്ടിങ്ങിനുള്ള എൻട്രൻസ് വരുന്നത്. പക്ഷേ ഒരു രസം കാണിച്ചു തരാം. ഈ കാണുന്ന മുഴുവൻ അതിനു വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ്. നമുക്ക് അതിൻ്റെ പുറകിൽ പോയിട്ട് നിൽക്കാം. ഞാനിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ ഇതപ്പോൾ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുക. ബാഗ് എടുത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മഴയല്ലേ, നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്യൂ ഉണ്ട്. കുറച്ചേരം വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് പാറയിലൊക്കെ പോകണം. നിങ്ങളിത് കണ്ടോ? ഇവിടെ ഒരു കല്യാണത്തിനുള്ള ആളുണ്ട്. ഇവർക്ക് ഇതൊക്കെ ഒന്ന് ഓൺലൈനാക്കിക്കൂടെ? ഇത്രയും തിരക്കൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? ഇപ്പം തന്നെ 2 മണിക്കൂറിലേറെയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. വല്ലാത്തൊരു കഷ്ടം തന്നെയാണിത്. ഇത്ര മോശമായിട്ട് അവരിത് കൈകാര്യം ചെയ്യുന്നത്.
ഇത്രയും ആളുകൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് 2-3 മണിക്കൂർ. അങ്ങനെ 2-2.5 മണിക്കൂർ ക്യൂവിൽ നിന്നിട്ട് അവസാനം നമ്മളിതാ കൗണ്ടറിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ ഒന്നും പറയണ്ട, എന്താ ചെയ്യാം. അങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 100 രൂപയാണ് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വരുന്നത്. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത ശേഷം ഈ ഒരു വഴിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ കുറേ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മേ, ഞാൻ വിചാരിച്ചു അവിടുന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ കഴിഞ്ഞു എന്ന്. ഇതാ ഇവിടെ അടുത്ത ക്യൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് എപ്പോഴാണ് ഇനി പോകാൻ പറ്റുകയെന്നറിയില്ല. വല്ലാത്തൊരു കഷ്ടം തന്നെ. അവിടെ നമ്മൾ 2.5 മണിക്കൂറിലേറെ ക്യൂ നിന്ന് ഇവിടെ ഇപ്പോൾ 1 മണിക്കൂറായി. എന്താ മോനെ, എത്ര നേരാന്നറിയോ അവിടെ ക്യൂവിൽ നിന്നത്? രക്ഷയില്ല. ഇവിടെ 2 ടൈപ്പ് ക്യൂ ഉണ്ട്. ഒന്ന് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ 300 രൂപയ്ക്ക്. അത് കുറച്ചുകൂടി പെട്ടെന്ന് കഴിയും. പക്ഷേ ഞാൻ ഈ ചെറിയ ദൂരം പോകാൻ അത്രയും കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ക്യൂവിൽ നിന്നതാണ്. പക്ഷേ ഒട്ടുക്കത്തെ ക്യൂവാ, എന്താ പറയുക, അത്രയും ക്യൂവാ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കയറാനേ ഉള്ളൂ. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഇത്തരത്തിലുള്ള ബോട്ടുകളിൽ കയറിയിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. മൊത്തം 4-5 ബോട്ടുണ്ടെന്ന് തോന്നുന്നു. ആളുടെ എണ്ണത്തിനൊക്കെ കണക്കുണ്ടോന്നൊക്കെ ആർക്കറിയാം. ഇതിലിരിക്കുന്ന ആളുകൾ മാത്രമൊന്നുമല്ല കേട്ടോ, ഇവരെ ആളുകൾ ഇങ്ങനെ കയറ്റുന്നുണ്ട്. അയ്യോ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ ബോട്ട് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അവിടെ ദൂരെ നമുക്ക് വിവേകാനന്ദ പാറയിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കടലിങ്ങനെ മഴയൊക്കെ പെയ്ത് എന്താ പറയുക, അതിൻ്റെ രൗദ്രഭാവം മുഴുവൻ എടുത്തിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ബോട്ട് ഇങ്ങനെ ആടി ഒലഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇതിലാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരെ അവർ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇരിക്കുന്ന ആളുകളൊന്നുമല്ല. ബോട്ടിങ്ങനെ ആടി ഒലയുന്ന സമയത്ത് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും ഒരു അഡ്വഞ്ചർ ട്രിപ്പല്ലേ, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കാം. അല്ലാണ്ട് എന്താ ചെയ്യാം. എന്തായാലും കുറച്ച് ദൂരമല്ലേ, നമുക്കിനി കാഴ്ചകളൊക്കെ കണ്ടുപിടി ഇങ്ങനെ ഇരിക്കാം. നല്ല കാറ്റ് വീശുന്നുണ്ട്, അതുപോലെ തന്നെ തിരമാലകളൊക്കെ ഇങ്ങോട്ട് അടിച്ച് കയറുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നോർമലി നമ്മൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ കടൽ നല്ല ശാന്തമായിട്ടാണ് കാണുന്നത്. ഇത്ര രൗദ്രഭാവത്തൊന്നും കാണാറില്ല. ഇപ്പോൾ മൺസൂൺ സീസണാണ്, നല്ല മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ കടലിൽ വെള്ളം കൂടുതലാണ്. എല്ലാം കൊണ്ടും വേറൊരു ഫീല്. നിങ്ങൾ ഈ മൺസൂൺ സമയത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഫീല് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് വേറൊരു അനുഭവമായിരിക്കും, എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും മൺസൂണിൽ കൂടി ഒന്ന് ഇങ്ങോട്ടൊക്കെ വരാൻ നോക്കുക. അങ്ങനെ ഒരു അഡ്വഞ്ചർ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വിവേകാനന്ദ പാറയിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ മുന്നേ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര തവണ വന്നാലും നമുക്ക് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. 30 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞ് വരുന്നത്. ഇത് പക്ഷേ ഈ ഒരു വിവേകാനന്ദ മെമ്മോറിയലിൻ്റെ അകത്തോട്ട് പോകാൻ വേണ്ടി മാത്രമുള്ളതാണ്. അല്ലാതെ നമുക്ക് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാനോ തിരുവള്ളുവരുടെ സ്റ്റാച്യൂടെ അങ്ങോട്ട് പോകാനോ ടിക്കറ്റ് ചാർജൊന്നുമില്ല. അങ്ങനെ ഇവിടെ വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദ മണ്ഡപത്തിൻ്റെ ഉള്ളത്. ആദ്യം നമ്മൾ അത് കാണാനാണ് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തായിട്ട് തിരുവള്ളുവരുടെ ഒരു വലിയ സ്റ്റാച്യു ഉണ്ട്. രണ്ടും നമുക്ക് കാണണം. ഇവിടെ ചെറിയ ശബ്ദത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല കാറ്റാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, അത്രയും കാറ്റുണ്ട്. എനിക്ക് പിന്നിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു വിവേകാനന്ദ മണ്ഡപം കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് കാണിച്ചു തരാം, ആ തിരുവള്ളുവരുടെ സ്റ്റാച്യു കൂടെ ഉണ്ട്. രണ്ടും നമുക്ക് കാണണം. നമുക്ക് ആദ്യം മുകളിൽ പോയിട്ട് മുകളിലത്തെ നമുക്ക് കാണാം. അവിടെ അകത്ത് ഫോട്ടോഗ്രാഫി അലോഡല്ല, നമ്മൾ അത് പാലിക്കണമല്ലോ. അതുകൊണ്ട് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. ഇനി ഇതുവഴി ഇങ്ങനെ ചുറ്റി ആ ഭാഗത്തോട്ടൊക്കെ ഒന്ന് പോയി. നല്ല കാറ്റുണ്ട്. ഇതിങ്ങനെ ചുറ്റി അതുവഴി തന്നെയാണ് നമുക്ക് പോകേണ്ടത്. അവിടെ മുകളിൽ വിവേകാനന്ദൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇവിടെ താഴെയായിട്ട് ഒരു ധ്യാന മണ്ഡപമാണ്. ഓംകാരം മാത്രം വെച്ചിട്ട് അകത്ത് ഒരുപാട് പേര് ധ്യാനിക്കുന്നുണ്ട്. പുറത്തെ സൗണ്ടൊന്നും ഉള്ളിലോട്ട് കേൾക്കാത്ത രീതിയിലാണ് അത് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് ഇവിടെ പ്രാർത്ഥിക്കാം. ഒരുപാട് പേര് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കും അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ ടോയ്ലറ്റും സൗകര്യമൊക്കെ ഈ ഒരു പാറയിൽ തന്നെ ഉണ്ട്. നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം പോലും ഉണ്ട്. അതിമനോഹരമായൊരു സ്ഥലം. നമുക്ക് വേറൊരു ഭാഗ്യം കൂടെ കിട്ടി. ഇങ്ങോട്ട് വരുന്നവർ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല കാലാവസ്ഥ, അതുകൂടെ ഒരു ഭാഗ്യമായി. 1972 നിങ്ങൾ ഈ കാണുന്ന വിവേകാനന്ദ കേന്ദ്രം നിലവിൽ വരുന്നത്. ഏകനാഥ് റാനഡെ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ ഫൗണ്ടർ. അതായത് വിവേകാനന്ദ സ്വാമിയുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു വിവേകാനന്ദ പാറയിൽ
ഇങ്ങനെ ഒരു മണ്ഡപം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ചാറ്റത്തായുണ്ട്. ആ ഒരു മഴയത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നല്ല രസമുണ്ട്. മനോഹരമാണ്. പാറയില് പണ്ട് വിവേകാനന്ദ സ്വാമി കന്യാകുമാരിയിൽ നിന്ന് കടല് നീന്തി കടന്നിട്ടാണ് ഈ ഒരു പാറയിലോട്ട് വന്നത്. അതാണ് ഇതിന്റെ ചരിത്രം. അങ്ങനെയാണ് ഈ പാറ വിവേകാനന്ദ പാറയായി മാറുന്നത്. മനോഹരമാണ്. വരണം, കാണണം. ഇന്ന് ഈ ഒരു വിവേകാനന്ദ കേന്ദ്രത്തിന്റെ കംപ്ലീറ്റ് നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ്. അതായത് അവർ വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, ഗ്രാമവികസനം, യുവജന ശാക്തീകരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വലിയൊരു ട്രസ്റ്റാണ് അത്. ഇവിടുത്തെ ആ ഒരു വിവേകാനന്ദ പാറയിലുള്ളതൊക്കെ കണ്ടു. ഇനി നമുക്ക് പോകേണ്ടത് ഗ്ലാസ് ബ്രിഡ്ജ് കാണണ്ടേ, കടലിന്റെ മുകളിൽ കൂടെ നടക്കണ്ടേ, ആ ഒരു സ്റ്റാച്ചു കാണണ്ടേ. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ചെറിയ മഴയുണ്ട്, ഇന്ന് കുറെ മഴ ഉണ്ട്, നല്ല മഴയാണ്. മഴയത്ത് വേണം ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഉള്ളിലൂടെ പോയിട്ട്. അയ്യോ, മഴയായതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ. വിസിബിലിറ്റി കുറവാ. അത് നമുക്ക് കാണാം. ഇവിടെ ഗ്ലാസ്സിൽ വിസിബിലിറ്റി കുറവാണ്. നമുക്കിനി ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാം. അടിയിൽ കാണാം, നമുക്ക് തിരമാല ഇങ്ങനെ അടിക്കുന്നത് കാണാം. കണ്ടോ, നല്ല ആഴത്തില് തിരമാല ഇങ്ങനെ അടിക്കുന്നതൊക്കെ കാണാം. എന്തായാലും ഞാൻ സ്റ്റാച്ചുവിന്റെ അങ്ങോട്ട് പോവാം. അടിയില് തിരമാല അടിക്കുന്ന കണ്ടോ. ഇനിയിപ്പോൾ പോകുന്നത് തിരുവള്ളുവരുടെ ആ ഒരു ഭാഗത്തോട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പോകാൻ പറ്റില്ല. നിങ്ങൾ കണ്ടതല്ലേ കാറ്റ്. കണ്ടോ, കാറ്റുണ്ടോ? ഇവിടുന്ന് നമുക്ക് നല്ല കാറ്റാണ്. അതുകൊണ്ട് അത്ര ഈസി ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഭയങ്കര കാറ്റാണ്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. അത്രയ്ക്ക് കാറ്റാണ്. അങ്ങനെ അതും കണ്ടു. നല്ല കാറ്റായിരുന്നു മുകളില്, നല്ല കാറ്റായിരുന്നു. ഇപ്പൊ മഴയുണ്ട്. കാറ്റ് എന്ന് പറഞ്ഞ കാറ്റ്, അയ്യോ ഒന്നും പറയണ്ട. ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടിയാ പോകുന്നത്. പക്ഷേ വിസിബിലിറ്റി കുറവാട്ടോ. എന്നാലും ഉണ്ട്, പേടിയാവും. ഇടയ്ക്ക് താഴോട്ട് നോക്കി നടന്നാൽ പേടിയാവും.
കണ്ടോ? അങ്ങനെ തിരമാലയൊക്കെ അടിക്കുന്ന സമയത്ത് നോക്കിയാൽ പേടിയാവും. നല്ല നീളത്തിലുണ്ട് കേട്ടോ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. കുറച്ച് ദൂരമൊന്നുമല്ല, പിന്നെ നല്ല വലുപ്പമുള്ളതുമാണ്. ഇടയ്ക്ക് പേടിയാവും പൊട്ടുമോന്ന്. നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി ഇനി ബോട്ടിലോട്ട് വരാൻ വേണ്ടി പോവാം. ചെരുപ്പൊക്കെ എടുത്തു. ഇതുവഴിയാണ് ഇനി പോകേണ്ടത്. ഇവിടുന്ന് ആൾക്കാരെയും കൊണ്ട് തിരിച്ചു പോകുന്നൊരു ബോട്ടാണത്. പേടിയാവുന്നില്ല ശരിക്കും അത് പോകുന്ന കാണുമ്പോൾ. അങ്ങനെ ഇതാ തിരിച്ചു പോകാനുള്ള ബോട്ടിലോട്ട് കയറി. ഇതിലും നല്ല തിരക്കാണ്. അങ്ങനെ ഇതാ അവിടുന്ന് നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങോട്ടെത്തി. ഇപ്പോൾ സമയം 3:45. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കണം. ഇനി പുറത്തോട്ടാണ് പോകുന്നത്. ഇനി ഇവിടെ അത്ര കാഴ്ചകളൊന്നുമില്ല. കുറച്ച് സ്ഥലം കൂടി നമുക്ക് പറ്റുവാണെങ്കിൽ കാണാം. നല്ല ടയേർഡായിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു പഞ്ചാബി ധാബ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് നോക്കി വെച്ചതാണ്. നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഞാനൊരു പഞ്ചാബി താലിയാണ് ഓർഡർ ചെയ്തത്. എൻ്റെ കറികളാണിത്. ആദ്യം തന്നെ നമുക്ക് റൊട്ടിയാണ് കൊണ്ടെത്തുക. റൊട്ടി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് റൈസ് വരും. ജീര റൈസ് കൂടെ വന്നിട്ടുണ്ട്. നമുക്കിനി എല്ലാം കൂടെ ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. റൊട്ടിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പനീർ കറി ഉണ്ട്, പിന്നെ ഒരു മസാലക്കറി, അങ്ങനെ എന്തൊക്കെയോ കറികളുണ്ട്. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി ഇപ്പോൾ പോകുന്നത് ഇവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ടാണ്. അവിടെയായിട്ട് നിങ്ങളൊരു പള്ളി കണ്ടോ? നമുക്ക് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് ആ പള്ളി കൂടെ കാണാൻ വേണ്ടി പോകണം. അങ്ങനെ കുറച്ച് കാഴ്ചകളിലൂടെ നമുക്കിവിടെ കാണാനുണ്ട്. ഇനി ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴി. ഇവിടെ ബീച്ചിന് അടുത്തായിട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. കണ്ടോ, ആ ദൂരെ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയും റിനോവേഷൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ ഇങ്ങനെ കെട്ടിമറിച്ചത്. ഈ ഒരു സ്റ്റേഷനും ടെർമിനൽ സ്റ്റേഷനാണ്. ടെർമിനൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻഡാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ചിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്നത്. കണ്ടോ? ഇവിടെ കന്യാകുമാരി സ്റ്റേഷനിൽ മൊത്തം 5 പ്ലാറ്റ്ഫോമാണുള്ളത്. ഇതിൽ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഇത് ഏതാ വണ്ടി എന്നറിയോ? ഇത് കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലോട്ട് പോകുന്ന എഗ്മൂറാണ്. നമ്മുടെ എഗ്മൂർ എക്സ്പ്രസ് ഇല്ലേ, അതാണ് ഈ കിടക്കുന്നത്. കന്യാകുമാരി ചെന്നൈ വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇത് കണ്ടോ നിങ്ങൾ? ഇത് ഞാവൽമരാണ്. ഇവിടെ ഇങ്ങനത്തെ 2 മരങ്ങൾ കണ്ടു ഞാൻ. താഴെ മുഴുവൻ ഞാവൽ വീണ് കിടക്കുന്ന കണ്ടപ്പോൾ ഒന്ന് മുകളിലോട്ട് നോക്കിയതാ. എന്തോരം കായ്കളാണെന്നറിയോ? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ഞാവൽ. പക്ഷേ താഴെ വീണ് കിടക്കുന്നൊന്നും നമുക്കങ്ങനെ വിശ്വസിച്ചെടുത്ത് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഞാൻ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ നിന്നാൽ നമുക്ക് ഈ ഒരു സ്റ്റേഷൻ്റെ മുഴുവനായിട്ടുള്ള കാഴ്ച കാണാം. അങ്ങനെ നമുക്കിനി ഇവിടുന്ന് പോവേണ്ടത് ആ ഒരു ചർച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇവിടെ കന്യാകുമാരിയിലുള്ള ഔവർ ലേഡി ഓഫ് റാൻസം ചർച്ച്. ഇത് 1900 നിർമ്മിച്ച ഒരു കത്തോലിക്ക ദേവാലയമാണ് കേട്ടോ. അതുപോലെ ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഗോതിക് വാസ്തുവിദ്യാ ശൈലിയിൽ കൂടെയാണ്. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇവിടെ ഒരു രഥയാത്രയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡിസംബർ മാസങ്ങൾ ഇവിടെ വന്നാൽ ആ ഒരു രഥയാത്രയിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കന്യാകുമാരി ദേവിയുടെ ക്ഷേത്രത്തിലോട്ടാണ്. തമിഴ്നാടിൻ്റെ ഉദ്ഭവകാലം മുതൽ തന്നെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് ഈ പറയുന്ന കന്യാകുമാരി ക്ഷേത്രം. രാമായണത്തിലും മഹാഭാരതത്തിലും യജുർവേദത്തിലും മണിമേഖലയിലും എല്ലാം ഈ ഒരു ക്ഷേത്രത്തെ പറ്റി പരാമർശമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്ക് പുരാതനമായൊരു ക്ഷേത്രമാണിത്. ഇവിടെ കന്യാകുമാരിയുടെ പേര് പോലും കന്യദേവത എന്നുള്ള പേരിൽ നിന്നാണ് ഉണ്ടായത്. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. നിങ്ങൾ കന്യാകുമാരിയിൽ വന്നു കഴിഞ്ഞാൽ കന്യാകുമാരി ദേവീനെ തൊഴുതിട്ട് മാത്രമേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ കീഴിലായിരുന്നു ഈ ഒരു കന്യാകുമാരി മുഴുവൻ. തിരുവിതാംകൂർ രാജാക്കന്മാർ ആരാധിച്ചിരുന്ന ദേവിയായിരുന്നു കന്യാകുമാരി ദേവി. കന്യാകുമാരിയിൽ വന്നാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു മനോഹരമായ നിർമ്മിതിയാണ് ഈ ഒരു ഗാന്ധി മന്ദിരം. അതായത് ഒരു ഗാന്ധി സ്മൃതി മന്ദിരമാണ് ഈ കാണുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് സന്ധ്യയായി. ഇനിയിപ്പോൾ ഈ ബീച്ചിൻ്റെ സൈഡിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇവിടെയൊക്കെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചോളുണ്ട്, മാങ്ങയുണ്ട്, വത്തക്കയുണ്ട്, കൈതച്ചക്കയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സന്ധ്യാസമയത്തുള്ള കന്യാകുമാരിയുടെ ബീച്ച് ഭാഗത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നേരത്തെ ഉച്ച സമയത്തുണ്ടായിരുന്ന തിരക്ക് പോലെ തന്നെ സന്ധ്യാസമയത്തും തിരക്കാണ്. ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ കന്യാകുമാരിയുടെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. കൂടുതലും തമിഴർ തന്നെയാണ്, മലയാളികൾ കുറവാണ്. അതുപോലെ ഈ ഒരു ബീച്ച് ഭാഗത്തായിട്ട് ഒരു കാഞ്ചി കാമകൂടി പീഠം കൂടെ
ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ മുഴുവൻ ഭക്ഷണ സാധനങ്ങളാണ്. ഒരുപാട് ഐറ്റംസ് അവർ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കടലയുണ്ട്, എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. പലതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല. മാങ്ങകളുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ. ഈ ഒരു സന്ധ്യാസമയത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ എന്ത് രസാന്നറിയോ? നല്ല തണുത്ത കാറ്റ്, വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം, മഴ പെയ്യാതെ ഇങ്ങനെ നിൽക്കാന്ന് പറയുന്നത് നല്ല ഭംഗിയാണ്. ഞാനിതാ വീണ്ടും ത്രിവേണി സംഗമത്തിൻ്റെ ഭാഗത്തോട്ട് വന്നു. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇവിടെയാണ് ആരംഭിക്കുന്നത്. നമ്മൾ ഇന്ത്യയുടെ മാപ്പ് കാണുമ്പോൾ ഏറ്റവും അടിയിൽ കാണുന്ന പോയിന്റാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഹിമാലയം വരെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമ്മുടെ രാജ്യം. ഇതാ സന്ധ്യാസമയമായപ്പോൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അകത്ത് വളരെ മനോഹരമായിട്ട് ലൈറ്റുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. അങ്ങനെ ഇവിടെ കന്യാകുമാരിയിൽ എല്ലാ കാഴ്ചകളും കണ്ട് ഞാനിതാ തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ മാത്രമേ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എവിടെയൊക്കെയാണ് എനിക്ക് തെറ്റിപ്പോയതെന്നൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.